അങ്ങനെ നമ്മുടെ അലീന വല്യപ്പച്ചനോട് ചോദിക്കുന്നുണ്ട് എന്താണ് എൽസമ്മയും സ്റ്റാൻലി പപ്പിയും തമ്മിൽ പ്രശ്നം ഒന്ന് പറഞ്ഞു തരാൻ പറയണ്ട. ആ സമയത്ത് നമ്മുടെ വല്യപ്പച്ചൻ പറയുന്നുണ്ട് അതൊന്നും ഇപ്പോൾ എനിക്കറിയില്ല മോളെ, അവർ തമ്മിൽ എന്തൊക്കെയാണ് പ്രശ്നം എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വല്യപ്പച്ചൻ അലീനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ നിൻ്റെ അമ്മ അവൾ നിന്നോട് സ്നേഹത്തിലാണോ പെരുമാറിയിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വൈജയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന വല്ലാതെ വിഷമിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ അമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് മോളെ എന്നൊക്കെ വിളിക്കണം, എനിക്ക് ഒരു ഉമ്മ തരാനൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു വല്യപ്പച്ച. പക്ഷേ എന്നോട് എന്നും ശത്രുവിനെ പോലെ പെരുമാറിയിട്ടുള്ളൂ, എനിക്ക് അതിനുള്ള യോഗം കിട്ടിയിട്ടില്ല. എന്നെങ്കിലും എന്നെ കാണാൻ വരെയായിരിക്കും അല്ലേ വല്യപ്പച്ച എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വല്യപ്പച്ചനാണെങ്കിൽ വല്ലാത്ത വിഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മളെ റോബി ആൽബി സ്റ്റാൻലിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആൽബി സ്റ്റാൻലിയോട് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ അലീനെ അവിടെ താമസിപ്പിച്ചാൽ നിങ്ങൾക്ക് വേണ്ടാത്ത പേര് മുഴുവനെ കേട്ടും നിങ്ങൾക്ക് അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയാണെന്ന് എല്ലാവരും പറയുന്നൊക്കെ പറയുന്നത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓർഫനേജിലേക്ക് മാറ്റാൻ പറയേണ്ട. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട് അവൾ ഇത്രയും കാലം ഓർഫനേജിലാണ് കഴിഞ്ഞത്, ഇനി ഞാൻ അവളെ ഒരിക്കലും ഓർഫനേജിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചിട്ടില്ല, അവൾ എൻ്റെ ഒപ്പം എൻ്റെ കൂടെ കഴിയും, ഞാനും എൻ്റെ മോളും ആ പേരങ്ങോട്ട് സഹിച്ചോളാന്ന് പറയുന്നുണ്ട് നമ്മുടെ ആൽബിയോടെ. എന്നിട്ട് ദേഷ്യത്തിൽ ഫോൺ കട്ടാക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അലീനയുടെയും സ്റ്റാൻലിയുടെയും പ്രശ്നം കഴിയണില്ല, അവർ തമ്മിലുള്ള സമരം മുന്നോട്ട് തന്നെയാണ്. നമ്മുടെ അലീനയെ കാണുമ്പോൾ നമ്മുടെ സ്റ്റാൻലിക്ക് വല്ലാത്ത വിഷമമൊക്കെ ആവുന്നുണ്ട്. എന്തായാലും അവൻ ദേഷ്യം കാണിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അലീന പപ്പ ദേഷ്യപ്പെട്ട് പോകേണ്ട അവൾക്ക് വല്ലാതെ വിഷമമായിട്ട് വീണ്ടും നമ്മുടെ വല്യപ്പച്ചനോട് പറയുന്നുണ്ട് എന്നെ പപ്പ ഒന്ന് മോളേന്ന് വിളിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എന്നെ മോളെ വിളിച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ വെച്ചിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ചിരുന്നു വല്യപ്പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത വിഷമം പറയുന്നുണ്ട്. എന്തായാലും അടുത്ത് തന്നെ നമ്മുടെ അലീനെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ സ്റ്റാൻലി ഉമ്മ വയ്ക്കും. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.